ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പം മക്കൾക്ക് അവധിയായിരുന്നു. കർക്കിടകമാണല്ലോ, അപ്പോൾ അതിൻ്റെ അവധിയാണ് മക്കൾക്ക്. ചേട്ടന് ഓഫീസുണ്ട്, അപ്പോൾ രാവിലെ ചേട്ടനുള്ള ചായ വെച്ച് കൊടുക്കുവാണ്. ഞാൻ ചായ പിന്നെ പതുക്കെ കുടിക്കത്തുള്ളൂ. ഇന്ന് മക്കൾക്ക് അവധിയാണ്ട് കുറച്ച് സാവകാശമുണ്ട്. അല്ലെങ്കിൽ രാവിലെ ഒരു 7:45 ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡി ആകണം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും തക്കാളിക്കറിയാണ്. അപ്പം ചായ കൊടുത്തിട്ട് ഞാൻ ചപ്പാത്തിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അതിന് വേണ്ടി 2 തക്കാളി എടുത്ത് 2 സവാള, പച്ചമുളക് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയേ കടുക് വറുത്തിട്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ഒന്ന് ചേർക്കും, അതുകൊണ്ട് ചേർക്കുക. പക്ഷേ ഇന്ന് ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് മുളക് പൊടി, പിന്നെ ചിലപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇടുവേ, ഉണ്ടെങ്കിൽ ഇടും. പക്ഷേ ഇന്നലെ പൊടിച്ച ഇരിപ്പില്ല, അതുകൊണ്ട് ഇട്ടില്ല ഞാൻ. പിന്നെ വേറെ ഇട്ടെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ഇട്ട് കുറച്ച്. മല്ലിപ്പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ഇതൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. പിന്നെ വെള്ളം ഒഴിക്കല്ലേ, ഇങ്ങനെ നമ്മൾ വഴറ്റി എടുക്കണം. അതിൽ തക്കാളിയുടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ അതിനകത്തുള്ള. പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാവേ. നല്ല ടേസ്റ്റാണ്, നല്ല കറിയായിരുന്നു. എല്ലാവരുടെ ഓണമൊക്കെ ഇവിടെ വരെയായി. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു എല്ലാവരുടെയും. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരക്കായിരിക്കും അല്ലേ? ഞാനൊരു ധാവണി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തല്ലോ. ഇനി അതിന് മാച്ച് ചെയ്യുന്ന വളകളും പിന്നെ നെക്ലസൊക്കെ വാങ്ങിക്കണേ. ഇനി അതിനൊക്കെ ഒന്ന് പോകണം. അത് ഇപ്പോൾ സ്കൂളുള്ള ദിവസമല്ലേ കുഞ്ഞുങ്ങൾക്ക്, അപ്പോൾ അവരെ കൂട്ടി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവധി ദിവസം നോക്കിയിട്ട് അതിന് പോകണം. പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് തിരക്കാണല്ലോ ഓണത്തിൻ്റെയൊക്കെ ആയിട്ടേ. പിന്നെ ഞാൻ തക്കാളിക്കറി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പം മക്കൾക്ക് ദാൽ മതി പറഞ്ഞായിരുന്നു. അവർക്ക് ദാലും ചപ്പാത്തി ഇഷ്ടമാണ്. അപ്പോൾ ചോറിനും അത് ഇഷ്ടമാണ്. എന്നാൽ പിന്നെ അതാക്കാമെന്ന് വെച്ചാൽ അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുവാണെങ്കിൽ പെട്ടെന്ന് ജോലികളൊക്കെ കഴിയുമല്ലേ. അപ്പം നമുക്ക് ഒത്തിരി സമയം ഉള്ളതായിട്ട് തോന്നുവേ. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഹോബീസ് എന്താണോ അതിന് വേണ്ടി കുറച്ച് കൂടുതൽ സമയം നമുക്ക് കിട്ടും. ചിലർക്ക് പെയിൻറ്റിങ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ക്രാഫ്റ്റ് ഇഷ്ടമായിരിക്കും, ഗാർഡനിങ്, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ അതിനൊക്കെ നിറയെ സമയം കിട്ടും. ഞാനൊരു 5:45 ആയിട്ട് എണീക്കാറുള്ളത്. ചിലപ്പോൾ 5:30 എണീക്കും. അതിനു മുമ്പ് എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അലാറം അടിച്ചാലും പിന്നെ അങ്ങ് ഉറങ്ങിപ്പോകും. നമുക്കെപ്പോഴും എന്തെങ്കിലും ഒരു ഹോബീസ് വേണം. നമുക്ക് എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ച് ടെൻസ്ഡായിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേയൊക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലർക്ക് ഡാൻസ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് പാട്ടിനോടൊരു ഇഷ്ടം കാണും, ചിലർക്ക് പെയിൻറ്റിങ് ഇഷ്ടമായിരിക്കും. അങ്ങനെ ഓറഞ്ച് കളറിൽ ചെറിയ ദാലുണ്ടല്ലോ, ഞാൻ അതാണ് എടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടും അത്. കുക്കറിലൊരു 3 വിസിലടിച്ചാൽ മതി. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ദാൽ വേവിക്കാൻ വെക്കുവേ. എന്നിട്ട് ദാൽ വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ചീനച്ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജീരകം ഇട്ട് കടുക് വറക്കണേ. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് മൂപ്പിച്ചെടുക്കണം എണ്ണയ്ക്കകത്തിട്ടിട്ട്. അതിനുശേഷം ഈ വെന്ത ദാലുണ്ടല്ലോ അത് നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. എന്നിട്ട് കസൂരി മേത്തിയുണ്ട്, അത് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് 2 ഉരച്ചിട്ട് അതൊന്ന് അതിലേക്ക് ഇങ്ങനെ മേളിലേക്കൊന്നിങ്ങനെ വിതറുവേ. പിന്നെ മല്ലിയിലയും കൂടി ഇടാം, നല്ല ടേസ്റ്റായിരിക്കും ഇത് രണ്ടും ഇട്ടാൽ. ഇന്ന് ഞാൻ കസൂരി മേത്തി ഇട്ടിട്ടില്ല, അത് ഡേറ്റ് കഴിഞ്ഞായിരുന്നു ഇരുന്നത്, അപ്പം ഞാൻ അത് എടുത്തില്ലത്. പിന്നെ മല്ലിയില കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതും കൂടി ഇട്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കും, ഇന്ന് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പം ഓണമൊക്കെ ആകാറായില്ല, എല്ലാവർക്കും തിരക്കൊക്കെ ആയിരിക്കും അല്ലേ. വീടെല്ലാം ക്ലീൻ ചെയ്യണം, പിന്നെ പർച്ചേസിങ്, പിന്നെ മക്കൾക്ക് അവധി, എല്ലാം കൂടെ ആപ്പാടെ ഇനിയിപ്പോൾ 1-2 ആഴ്ച കുറച്ച് തിരക്കും ഒക്കെ ഒന്നായിരിക്കും.
ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചായയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ പാടെ ചായ കുടിക്കത്തില്ല. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞായിരുന്നല്ലോ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടേ ചായ കുടിക്കത്തുള്ളെന്ന്. പിന്നെ ചപ്പാത്തിക്ക് ആട്ട കുഴച്ച് തികഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ നല്ലൊരു വെയിലൊക്കെ ഉണ്ട്. എനിക്കൊന്ന് മഴ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് ചായ നല്ല സ്ട്രോങ് ആണ് ഇഷ്ടം. ചില ദിവസങ്ങളിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഞാൻ ചായ ഇട്ട് കുടിക്കും. അത് മിക്കവാറും ഈ നല്ല മഴയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഇറിറ്റേഷനോ പനിയോ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഇഞ്ചി ചായ കുടിക്കാൻ എനിക്കിഷ്ടം. ഇനി ഉച്ചക്കത്തൊന്നും ആയിട്ടില്ല, അതിനെയും സാവകാശം വെക്കാം. പിന്നെ ഞാൻ തക്കാളിക്കറിയാണ് കൂടുതലെടുത്തത്. ദാൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ദാലിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, മക്കൾക്കാണ് ഇഷ്ടം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം മറ്റു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.